മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. തുടർച്ചയായി ഡയാലിസിസ് നടത്താൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഇന്നലെ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. വൃക്കകളുടെ പ്രവർത്തനവും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലാക്കാനുള്ള ശ്രമം തുടരുകയാണ് ഡോക്ടർമാർ. മീര മനോഹരനോട് തിരുവനന്തപുരത്ത് നിന്ന്. മീര, പറയ വിവരങ്ങൾ. അരുണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.എസ്. അച്യുതാനന്ദൻ നില വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. പട്ടം SUT ആശുപത്രിയിൽ ദിവസങ്ങളായി വെന്റിലേറ്ററിൽ തുടരുകയാണ് അദ്ദേഹം. നിലവിൽ എന്തായാലും ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് പുറമെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 വിദഗ്ധ സമിതി കൂടി വി.എസിൻ്റെ ആരോഗ്യനില പരിശോധിക്കുന്നുണ്ട്. നിലവിൽ രക്തസമ്മർദ്ദവും ഒപ്പം വൃക്കകളുടെ പ്രവർത്തനവും കൂടി സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ഡയാലിസിസ് സംവിധാനം തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ഇത്തരത്തിൽ ഡയാലിസിസ് നിർത്തിവയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. കൃത്യമായി വിദഗ്ധ സംഘം ഉൾപ്പെടെ ഓരോ മാറ്റങ്ങളും ഓരോ പുരോഗതികളും ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് ചികിത്സ തുടരുന്നത്. എല്ലാ ദിവസവും കൃത്യമായി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 10 മണിയോടുകൂടി ഈ വിദഗ്ധ സംഘത്തിൻ്റെയും മെഡിക്കൽ സംഘത്തിൻ്റെയും ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള ഈ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിലായിരിക്കും ഇന്നത്തെ വി.എസിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷനുകൾ നമുക്ക് ലഭിക്കുക. നിലവിൽ എന്തായാലും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ വൃക്കയുടെ പ്രവർത്തനവും രക്തസമ്മർദ്ദവുമാണ് സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഡോക്ടർമാർ നടത്തുന്നത്. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളായി ആഴ്ചകളായി ഇത്തരത്തിൽ പട്ടം SUT ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. നില അതീവ ഗുരുതരം തന്നെയാണ് എന്നുള്ളതാണ്. അരുണ്യ. ശരി, മീരയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.